പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ തീപ്പാറുന്ന പോരാട്ടമായിരിക്കും പറഞ്ഞിട്ട് രാവിലെ 4:45 അലാറം വെച്ചിട്ടാണ് ഈ പണ്ടാരങ്ങളുടെ കളി ഞാൻ കണ്ടത്. ഉറക്കവും പോയി, സമാധാനവും പോയി. ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് ഇനിയുള്ള കുറച്ച് മാസമൊക്കെ അടിപൊളിയായിരിക്കും അങ്ങനെ വിചാരിച്ചതാണ്. എന്ന് പോർച്ചുഗലിന്റെ കളി കണ്ടോ, അന്ന് ഒരു സമാധാനം ഉണ്ടാവില്ല. ആക്ച്വലി പോർച്ചുഗൽ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഉറക്കമില്ലാത്തവരാണോ നിങ്ങളെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് പോർച്ചുഗൽ ഫുട്ബോൾ കളിക്കുന്നത്. എനിക്കൊണ്ട് ഫിഫ 1-2 അവാർഡ് പ്രഖ്യാപിച്ചു തോന്നുന്നു ഇവരെ കളി കണ്ടിട്ട്. ബെസ്റ്റ് ഉറക്ക ഗുളിക ടീം പോർച്ചുഗൽ, ഏറ്റവും കൂടുതൽ ബാക്ക് പാസ് കൊടുക്കുന്ന ടീം പോർച്ചുഗൽ. ഇഫ് ബാക്ക് പാസ് ഇസ് എൻ ആർട്ട്, then പോർച്ചുഗൽ ഇസ് എ റിയൽ ആർട്ടിസ്റ്റ്. എന്തിനാടെ ബാക്ക് പാസിനോട് ഇത്ര പ്രേമം? 0-0 ഡ്രോയിൽ നിൽക്കുകയാണ്. ഒരു ഗോൾ അടിച്ച് എങ്ങനെയെങ്കിലും ജയിക്കാനായിരിക്കും ഫൈനൽ മിനിറ്റ്സിൽ സകലമാന ടീമിന്റെയും മനസ്സിലുണ്ടാവുക. റൂബൻ ഡയസ് ബോളിൽ ചവിട്ടി നിൽക്കുന്നു, ബോളിൽ കാറ്റുണ്ടോ നോക്കുന്നു. റെനാട്ടോ വേഗ ബോളിൽ ചവിട്ടി നിൽക്കുന്നു, ബോളിൽ കാറ്റുണ്ടോ നോക്കുന്നു. ഇതെന്താ, ഇത് കാറ്റുണ്ടോ നോക്കലാണോ നിങ്ങളുടെ പണി? അയ്യേ, ഈ നിലവാരം വെച്ചിട്ടാണ് പോണ വെച്ചാ അടുത്ത കളി ക്രൊയേഷ്യയുടെ ഒപ്പമാണ് റൗണ്ട് ഓഫ് 32. അണ്ണന്റെയും പിള്ളേരുടെയും ലാസ്റ്റ് ഡാൻസും ലാസ്റ്റ് ഓട്ടം തുള്ളലൊക്കെ അതായിരിക്കും. ഇത്രയും ടാലന്റ് ഉള്ള ഒരു ടീം കളിക്കുന്ന കളി. പക്ഷെ ഒരിക്കലും ഈ കളി കണ്ടിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. കാരണം കൊളംബിയ തിജ് കളിയായിരുന്നു. എന്താ കളി! അതായിരിക്കണം അറ്റാക്ക്. ഇവിടെ ഏതാ അരിയ പയറ അങ്ങനെ ഏതൊരു ചെറുക്കൻ മൂട്ടിലെ റോക്കറ്റ് വെച്ച് കെട്ടിയ പോലെ ഇവന്മാരൊക്കെ വെട്ടിച്ച് പോണത്. ജെയിംസ് റോഡ്രിഗസ് നല്ലോണം പ്രായമായ ആൾക്ക്, എന്നാൽ ആളുടെ കളി എന്ത് രസമാണ്, എന്ത് ഭംഗിയാണ്. ഇവിടെ 2-3 ഡിഫൻഡേഴ്സിനൊക്കെ ബീറ്റ് ചെയ്തിട്ടാണ് ആള് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പോർച്ചുഗലിന്റെ സകലമാന മിഡ്ഫീൽഡേഴ്സിനെ പിടിച്ചിട്ട് അണ്ണന്റെ വീട്ടിലേക്ക് ട്യൂഷൻ വിടുക, പേനയും ബുക്കൊക്കെ കൊടുത്തിട്ട് എഴുതി പഠിക്കട്ടെ എങ്ങനെയാ ഫുട്ബോൾ കളിക്കേണ്ടതെന്ന്. ചങ്ങായി യജാതി കളി പറയുമ്പോൾ നല്ലോണം പ്രായമുണ്ട്. അറ്റാക്കിന് മുമ്പ് അവിടെയുണ്ട്, മിഡ്ഫീൽഡിലുണ്ട്, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കൊളംബിയക്ക് ഫിനിഷിങ് തീരെയില്ല. ഫിനിഷിങ് ഉണ്ടെങ്കിൽ ഇന്ന് വല നിറഞ്ഞിട്ടുണ്ടാവും, മിനിമം 10 കയറിയിട്ടുണ്ടാവും. ആൻഡ് താങ്ക്സ് ടു ഡിയോഗോ കോസ്റ്റ, കാവൽ ദൈവം, ആളും കൂടി ഇല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീരുമാനം. നാണം കെട്ട് തല കുനിച്ച് പോണ്ടി വന്നേനെ. അജാതി തീട്ടക്കളിയാണ് ഇവർ കളിക്കുന്നത്. എവിടെയും ഒരു കമ്മിറ്റ്മെന്റോ ഫാസ്റ്റ് ആയിട്ട് ബോൾ മൂവ് ചെയ്യണമെന്നോ ടീമിന് കപ്പടിക്കണമെന്നോ ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ കളിക്കുക, നിങ്ങൾ പൊട്ടന്മാരിരുന്ന് കണ്ടോ. കുറച്ചു കാലം കഴിഞ്ഞു വെച്ചാൽ, കുറച്ചു ദിവസം കഴിഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ഫ്ലെക്സ് എടുത്തിട്ട് സകലമാന കോഴിക്കോടിന് അടിച്ചു കൊടുത്തോ. ഒട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു ടീം. ഈ എല്ലാത്തിനും ആകെ അറിയുന്ന പണി ബാക്ക് പാസ്. കളി തുടങ്ങി. യൂഷ്വലി പോർച്ചുഗലിനൊപ്പം ഏത് ടീം കളിക്കുന്ന വെച്ചാലും ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അവരുടെ ഒരു അറ്റാക്ക് ആയിരിക്കും കാണാം. ഈവൻ ഉസ്ബെക്കിസ്ഥാൻ ആണെങ്കിൽ പോലും അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വെച്ച് കുറച്ച് കഴിയുമ്പോൾ പോർച്ചുഗൽ ആ ടെമ്പോ തിരിച്ചു പിടിക്കുന്നു. ടെമ്പോ പോയിട്ട് സ്കൂട്ടി പെപ്പ് പോലും അവന്മാര് തിരിച്ചു പിടിച്ചില്ല. അവരുടെ അറ്റാക്ക് കാണണം. എന്റെ മോനെ, വിങ്ങൊക്കെ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു സൈഡ് നൂണോ മെൻഡിസ് വിങ് തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു, മറ്റേ സൈഡ് ക്യാൻസലോ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ബസ്സിലൊക്കെ ഡോർ തുറന്നു കൊടുക്കില്ല, കേറ് കണ്ട് സിമ്പിൾ ആയിട്ട് വിങ് കൂടെ ഒരു പോയിട്ട് ക്രോസ് കൊടുക്കുന്നു, പാസ് കൊടുക്കുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഓൺ ദ അതർ സൈഡ് ഒന്ന് ജാവ ഫെലിക്സും മറ്റേത് പെഡ്രോ നെറ്റോ ആയിരുന്നു. അവന്മാരെയൊക്കെ വിങ്ങിലിട്ട് പൂട്ടിയിരിക്കുന്നു. അവന്മാര് വിങ് കൂടെ ഒരു അറ്റാക്ക് പോലും സമ്മതിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് നൂണോ മെൻഡിസ് ഫസ്റ്റ് ഹാഫ് കണ്ടതേ ഇല്ല ഞാൻ. യൂഷ്വലി അറ്റാക്കിന്റെ അവിടെ ഉണ്ടാവും, ഡിഫൻസിന്റെ അവിടെ ഉണ്ടാവും. അറ്റാക്കിന് പോണു, ബോൾ മിസ്സാക്കുന്നു. ഡിഫൻസ് അവന്മാരൊക്കെ സിമ്പിൾ ആയിട്ട് ആളുടെ ബോൾ എടുത്തിട്ട് വിങ്ങിൽ കൂടെ കയറി പോകുന്നു. അവന്റെ അതർ സൈഡ് ക്യാൻസലോ കളി തുടങ്ങിയിട്ട് 7ാമത്തെ മിനിറ്റോ 6ാമത്തെ മിനിറ്റിലോ എന്തോ ഹെഡ് ചെയ്യേണ്ട അവിടെ കൊണ്ടുപോയിട്ടാണ് അണ്ണൻ മാനത്ത് നോക്കി നിൽക്കുകയായിരുന്നു. ലൂയിസ് ഡിയാസിന് സിമ്പിൾ ആയിട്ട് ബോൾ കിട്ടി. ചങ്ങായി പ്രോപ്പർ ആയിട്ട് ഫിനിഷ് ചെയ്യാത്തതുകൊണ്ട് 7ാമത്തെ മിനിറ്റിൽ തന്നെ കയറിയില്ല. ഫസ്റ്റ് ഹാഫിന്റെ ഏറ്റവും അവസാനം ഒരു 5 മിനിറ്റ് എന്തോണ് പോർച്ചുഗലിന് ഒരു അറ്റാക്ക് കണ്ടത്. ബ്രൂണോന് ഒരു ചാൻസ് കിട്ടി മോനെ. ലോകത്ത് ഇത്രയും നല്ല ചാൻസ് വേറെ കിട്ടില്ല. പക്ഷെ പണ്ട് ദാറ്റ് വാസ് ആക്ച്വലി വെരി നൈസ് സേവ് ഓഫ് ദ ടൂർണമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കിടു സാധനം. ഇങ്ങനത്തെ ചാൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലാതെ എന്താ പറയുക. ആൻഡ് സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത്
സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ന്യൂനോ മെൻഡിസിനെ കയറ്റി. അതേപോലെ തന്നെ റൂബൻ നെവസ് ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ഹി വാസ് അട്ട വേസ്റ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഡിയാഗോ ഡാലോട്ട് വന്നു, ജാവോ നെവസ് വന്നു. ഡിയാഗോ ഡാലോട്ട് ജാവോ ഫെലിക്സിന് ഒരു കിഡു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കിഡു സാധനമായിരുന്നു, ഹെഡ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു. അതേപോലെ തന്നെ ഒരു കിഡു പാസ് ഡിയാഗോ ഡാലോട്ട് ജാവോ ഫെലിക്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കാതെ ഓഫ് സൈഡ് നിൽക്കുന്ന റൊണാൾഡോയ്ക്ക് പാസ് കൊടുത്തു, അത് ഓഫ് സൈഡ്. ഇവന്മാര് 90ാമത്തെ മിനിറ്റിൽ എന്തോ ഗോൾ ഇട്ടതാണ്. ആരുടെയോ ഭാഗ്യം കൊണ്ട് മാത്രം അത് തിരിപ്പോന്ന ഒരു ബൂട്ടിന്റെ ഒരു പൊസിഷൻ ഓഫ് സൈഡ് കിടക്കണോണ്ട് ഗോളായില്ല. അഴിഞ്ഞാട്ടമായിരുന്നു കൊളംബിയ. ഒരിക്കലും കൊളംബിയ ഒരു ചെറിയ ടീമായിട്ട് കാണാൻ പറ്റില്ല. ടു ഗുഡ് ആസ് ആയി. എന്ത് എന്റർടൈനിങ് ആയിട്ടാണ് അവർ ഫുട്ബോൾ കളിക്കണമെന്ന് അറിയും. എടാ ഇവന്മാർക്കൊന്നും ജീവനില്ലേ? അത് എനിക്ക് അറിയില്ല. അവിടെ യു എസ് എയിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട്, ഭയങ്കര ചൂടുണ്ട് എന്നൊക്കെ പറയുന്നു. കൗണ്ടർ അറ്റാക്കിന് മുമ്പ് ഒരു വിങ്ങിൽ കൂടെ പെഡ്രോനെട്ടോ ഇങ്ങനെ പോണ കാണാം. ഒരു മനുഷ്യൻ സപ്പോർട്ടിനോ അല്ലെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനോ ഇല്ല. അവിടം വരെ പോവും, ബോള് പോവും. ത്രൂ ഔട്ട് ദ സീസൺ പെഡ്രോനെറ്റോന്റെ കളി നോക്കി അറിയാം. വിങ്ങിൽ കൂടെ അങ്ങനെ ഓടിക്കയറാണ്, കട്ട് ചെയ്യാൻ നോക്കുക, അവിടുന്ന് ബോൾ മിസ്സാവും. അത് തന്നെയാണ് ഇന്നത്തെ കളിയിലും ഉണ്ടായത്. ആൻഡ് ഞാൻ കുറെ ട്രോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. റൊണാൾഡോ അപ്പുറത്തെ ടീമിന് 2 ഗോളി, റൊണാൾഡോ ഗോളി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി വൃത്തികെട്ട വർത്താനം പറയരുത്. ഇത് ഈ മറ്റേ സീരിയലൊക്കെ കണ്ടു നടക്കുന്ന കുറെ അലവലാദികളുണ്ട്. അത് കാണാനുള്ള യോഗ്യതയേ ഉള്ളൂ. കളിയും കാണില്ല, ഒരു കിണ്ടിയും കാണില്ല. എന്നിട്ട് വായ്ത്താളത്തിന് ഒരു കുറവുമില്ല. ദാറ്റ്സ് ആക്ച്വലി പ്യുവർ ടാക്ടിക്സ്. സോ ആ സമയത്ത് കോർണർ എടുക്കുന്ന സമയത്ത് റൊണാൾഡോ റൺ കൊടുക്കും ആൻഡ് ഹി വിൽ ബി അൺമാർക്ക്. അതൊക്കെ ഒരു ടാക്ടിക്സിന്റെ ഭാഗമാണ്. അല്ലാതെ ഒരു ഉണ്ടയും കാണില്ല. വല്ല റീലിൽ ഫുട്ബോളും കണ്ടിട്ട് ഓവർ കൊണക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം നിൽക്കുന്നുണ്ട്. കളി കാണുക വെച്ചാൽ മര്യാദയ്ക്ക് ഇരുന്ന് കാണുക, അല്ല റീലിലല്ല കളി ഉണ്ടാക്കേണ്ടത്. റൊണാൾഡോ 2 ഗോളി ഇത്ര, ഞാൻ ഒന്നും പറയുന്നില്ല, അത്രേ ഉള്ളൂ. ഒരു ഇന്റന്റ് വേണം. ഏത് ടീമായാലും ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലെജൻഡിന് വേണ്ടി കപ്പ് എടുത്തു കൊടുക്കണം എന്നൊക്കെ ഒരു ഇന്റന്റും ഇല്ലാത്തൊരു ടീമാണ് പോർച്ചുഗൽ. ആൻഡ് റൊണാൾഡോന് കുറ്റമായിട്ട് റൊണാൾഡോക്ക് ഒരു പ്രോപ്പർ ചാൻസ് പോലും കിട്ടിയില്ല. ഒരു ചാൻസ് പോലും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുമില്ല. റാഫേൽ ലിയാവോന് സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ചാൻസ് കിട്ടി, നല്ലൊരു റൺ. പക്ഷെ അങ്ങനെ ഫിനിഷിങ് മറ്റേ റണ്ണ് ടെക്കൗട്ട് ആണെങ്കിൽ ഫിനിഷിങ് വർക്കൗട്ട് ആയി പോയി. റൊണാൾഡോ ആകെ ഒരു ഫ്രീ കിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് സ്ട്രെയിറ്റ് ടു ദ ഗോൾ കീപ്പർ. എന്നാലും ചില പോസിറ്റീവ് സൈൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഡിഫൻസിലാണ്. ഡിഫൻസ് മറ്റേ ഷഡ്ഡിയിലെ ഓട്ട പോലെയാണ്, വലിയൊരു ഓട്ട തന്നെയാണ് ഡിഫൻസ്. അത് ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ റൂബൻ ഡയസിന്റെ ഒരു ഹെഡ് ക്ലിയറൻസ്, റൊണാൾഡോ വേഗയുടെ ഒരു 2-3 ബ്ലോക്ക്, ഡിയാഗോ കോസ്റ്റയുടെ സൂപ്പർ സേവ്സ്, ദാറ്റ്സ് ആക്ച്വലി ഇന്നത്തെ കളിത്തെ പോസിറ്റീവ്സ്. അത് പോസിറ്റീവ് തന്നെയാണ്. ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് ഇവന്മാരെങ്ങനെയാണ് വെച്ചാൽ അറ്റാക്ക് ചെയ്യുമ്പോൾ സകല എണ്ണം കൂടി കയറി അറ്റാക്ക് ചെയ്യും. ആകെ അപ്പുറത്തെ ഹാഫിൽ 3 പേരെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഒരു കൗണ്ടർ അറ്റാക്ക് വന്നു കഴിയുമ്പോൾ പപ്പടം പൊട്ടുന്ന പോലെ മുട്ടുക. ദാറ്റ് ഗായ് എന്താണ് പാളിനിയ. എന്തുകൊണ്ട് ആളെ ടീമിൽ എടുത്തിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വെർത്ത് പ്ലെയർ ആണ്, ശരിക്കും ഒരു മുതലാണ്. കുറച്ച് അഗ്രസീവായി കളിക്കും, ഫൗൾ ഇടും. പക്ഷെ ഇങ്ങനത്തെ കളിയിലൊക്കെ ആളുടെ ഒരു പ്രസൻസ് അല്ലേ വേണ്ട. ഇത് ജാവോ നെവസ് അറ്റാക്കിന് മുമ്പ് പോകും, വിട്ടീനെ അറ്റാക്കിന് മുമ്പ് പോകും. ആകെ 2 ഡിഫൻഡേഴ്സും വേറൊരു പ്ലെയറും ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഒരു കൗണ്ടർ അറ്റാക്ക് പറയും ഇവന്മാരൊക്കെ. ഇവന്മാർക്ക് ഈ ചൂടും ഇതൊന്നും ബാധകമല്ലേ? എന്തൊരു എനർജി, എന്തൊരു സ്പീഡ്. അതും ചിലവരൊക്കെ സോളോ റണ്ണാണ് നടത്തുന്നത്. ഇവിടെ ഓടാനും പിടിക്കാനും ഒന്നിനും വയ്യ. ഇങ്ങനത്തെ കളി വെച്ചിട്ട് ഞാൻ ഉറപ്പായി പറയുന്നു, പോർച്ചുഗൽ ഡസന്റ് ഡിസേർവ് ദ വേൾഡ് കപ്പ്. ഈ തീട്ട കളിയും വെച്ചിട്ടൊക്കെ പോർച്ചുഗൽ എന്ത് കപ്പ് അടിക്കാനാണ്? അങ്ങനെ കപ്പ് കിട്ടാന്ന് വെച്ചാൽ അത് ബിഗ്ഗസ്റ്റ് സ്കാം ആയിരിക്കും. ആൻഡ് കുറെ പേര് എന്റെ അടുത്ത് ഇപ്പോഴും പറയണ്ടായിരുന്നു, മറ്റേ ഗാനയുടെ ദുർമന്ത്രവാദി പറഞ്ഞു പോർച്ചുഗൽ കപ്പടിക്കും. കാരണം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെയിനെ ശപിച്ചു, അതുകൊണ്ട് കെയിൻ മിസ്സാക്കി ചാൻസ്. കെയിന്റെ ശാപം മാറ്റി പറയുമ്പോൾ കെയിൻ ഗോൾ അടിച്ചു. എന്നടാ ഏത് ലോകത്താണ് ഇതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുക? ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അത് ഫുട്ബോൾ കളിക്കണ്ട അത്ര ഇങ്ങേര് പറഞ്ഞു വെച്ചാൽ ജയിക്കണ്ട. എന്നാൽ തീട്ടക്കളി കളിച്ചാൽ പിന്നെ കപ്പ് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് ടീം കപ്പ് അടിക്കണം. അല്ലാതെ ഇങ്ങനെ തീട്ടക്കളി കളിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽ ഒന്നും കപ്പ് പോയിട്ട് ചായക്കപ്പിന് പോലും ഡിസേർവിംഗ്. ഓൺ ദ അതർ സൈഡ് നോക്കുക, അർജന്റീന, മെസ്സി. ആ ചങ്ങായി ഗോൾ അടിക്കാൻ നിർത്തുന്ന പരിപാടിയൊന്നും ഉണ്ട് തോന്നില്ല.
ഫൗൾ ഇട്ടാ ഫ്രീ കിക്ക് എടുത്ത് ഗോൾ അടിക്കും, ഫൗൾ ഇട്ടില്ലെങ്കിൽ ഗോൾ അടിക്കും, സ്പേസ് കൊടുത്താൽ ഗോൾ അടിക്കും, സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഗോൾ അടിക്കും. ഏറ്റവും ബെസ്റ്റ് ഒരു വേർഷനാണ് മെസ്സിയുടെ ഇപ്പൊ കാണുന്നത്. ഇന്നൊരു കിഡു ഫ്രീ കിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു സബായിട്ട് വന്നിട്ട്. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. സാധാരണ എന്തെങ്കിലും മെസ്സിയുടെ ഫാൻസിന്റെ വായ കാരണമാണ് നമ്മൾ പലതും പറയുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ റിയലി റെസ്പെക്ട് ദാറ്റ് ഗൈ. ദാറ്റ് ഗൈ ഈസ് എ ലെജൻഡ്. ഒരു സംശയമില്ല. എജ്ജാതി കിടുക്കും. ഇവിടെയുണ്ട് കുറെ എണ്ണം 10 പൈസക്കൊള്ളാത്ത ദാരിദ്ര്യവാസികൾ. ഇങ്ങനത്തെ കളിയും വെച്ച് പോയാൽ ഒന്നും നടക്കില്ല. ക്രൊയേഷ്യയുടെ ഒപ്പം കളി, ചിലപ്പോൾ ക്രൊയേഷ്യയുടെ ഒപ്പം ജയിച്ചു കഴിഞ്ഞാൽ സ്പെയിന്, പിന്നെ ഫ്രാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, ഒന്നും അറിയില്ല. സി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫുട്ബോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആ, എന്ത് വേണമെങ്കിൽ നടക്കാം. പക്ഷെ ഇജാതി തീട്ട കളിയും വെച്ച് ഡു യു റിയലി തിങ്ക് പോർച്ചുഗൽ വിൽ ലിഫ്റ്റ് ദ വേൾഡ് കപ്പ് അല്ലെങ്കിൽ റൊണാൾഡോ വിൽ ലിഫ്റ്റ് ദ വേൾഡ് കപ്പ്? നോട്ട് അറ്റ് ഓൾ പോസിബിൾ. എത്രയോ ടീം കുഞ്ഞൻ ടീം വരെ ഇതിലും നന്നായി കളിക്കുന്നുണ്ട്. അവരൊക്കെയാണ് കപ്പ് ഡിസേർവ് ചെയ്യുക, ചായക്കപ്പ് പോലും ഡിസേർവ് ചെയ്യാത്ത ടീം. സോ അടുത്ത കളിയായിട്ട് വരാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.